കേരള രാഷ്ട്രീയം പാർലമെന്റ് ഇലക്ഷന്റെ ചൂടിലേക്ക് ഉണർന്നു തുടങ്ങി. ഇരുപക്ഷവും കച്ചമുറുക്കി സജ്ജമായി കഴിഞ്ഞു. ഇത് UDF സേനാനായകൻ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്തെ ഭവനം. സർ, കേരള രക്ഷാ മാർച്ച് അഥവാ സേവ് കേരള ക്യാമ്പയിൻ ഒരുക്കങ്ങൾ എവിടെ വരെ? അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതലാണ് മാർച്ച് ആരംഭിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു മഹാസംഭവമായി ഈ മാർച്ച് മാറും എന്നുള്ളതിൻ്റെ പ്രതീതിയാണ് കേരളമൊട്ടാകെ ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾക്ക് കഴിഞ്ഞ 32 മാസക്കാലമായി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുർഗതിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ വികസന സാധ്യതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമുള്ള ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാറേ, ലോക്സഭാ ഇലക്ഷന് മത്സരിക്കാൻ പോകുന്ന പത്തനംതിട്ടയിൽ നിന്നാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സാർ, എന്തുകൊണ്ടാണ് പത്തനംതിട്ട സെലക്ട് ചെയ്യാൻ കാരണം? അല്ല, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് ഞാനല്ലോ തീരുമാനം എടുക്കേണ്ടത്, പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ ലോക്സഭയിലേക്ക് PCC പ്രസിഡന്റുമാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികൾ, തിരുവല്ല, കല്ലൂപ്പാറ, ആറന്മുള, ഈ പന്തളം, ഇത് പുതിയ പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ആളുകൾ പറയുന്നതാണ്. അതിനെപ്പറ്റി ഒരു തീരുമാനമായിട്ടില്ല. പിന്നെ തന്നെയുമല്ല, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തേണ്ടതും അതിന് നേതൃത്വം കൊടുക്കേണ്ടതും PCC പ്രസിഡൻ്റാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പരിഗണിക്കണം. അതിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സർ, രാജ്യസഭാ സീറ്റിലേക്ക് സാർ മത്സരിക്കേണ്ട എന്താ കാരണം? K കരുണാകരൻ്റെ പേര് വന്നു. ശ്രീ വയലാർ രവി വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ പേര് കൺസിഡർ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം നമ്മളതിനകത്തൊരു വാശി കാണിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് എനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. ഓണാട്ടുകരയിൽ നിന്ന് ഉയർന്നു വന്നൊരു കോൺഗ്രസ് ഹൈ പദവിയിൽ ഇരുന്ന സാറായിരിക്കണം ആദ്യമായിട്ട്. ഇതെങ്ങനെയാണ് സാർ സംഭവിച്ചത്? ഞാൻ ഒരു സാധാരണ വിദ്യാർത്ഥി പ്രവർത്തകനായിട്ടാണ് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിലെ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തനമാണ്. അന്ന് ഈ KSU ചേരാൻ എനിക്ക് വലിയ മടിയായിരുന്നു. ആദ്യം എന്നോട് എല്ലാവരും പറഞ്ഞിങ്ങനെ ചേരരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം എൻ്റെ രാഷ്ട്രീയത്തിൽ ചേരുന്നില്ല. അച്ഛൻ അധ്യാപകനായതുകൊണ്ട് സ്കൂളിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിർബന്ധമുള്ളത് കൊണ്ട് വളരെ അപ്പോൾ ആ സമയത്താണ് എല്ലാവരും കൂടി എന്നെ KSUവിൽ പ്രവർത്തിക്കാൻ നിർബന്ധിച്ചത്. ഇപ്പോൾ റിട്ടയർ ചെയ്ത ആലപ്പുഴ SD കോളേജിലെ ഒരു അധ്യാപകനുണ്ട്, കേരള വർമ്മ എന്ന് പറയും, പ്രൊഫസർ കേരള വർമ്മ. അപ്പോൾ തന്നെ പിന്നീട് എൻ്റെ ബ്രദറിൻലോയായി മാറിയ CK രാധാകൃഷ്ണൻ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ KSU കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ യൂണിറ്റ് സെക്രട്ടറി എന്ന സ്ഥാനത്ത് വന്ന് ഞാൻ താലൂക്ക് സെക്രട്ടറി ആകുന്നു, ജില്ലാ ട്രഷററാകുന്നു, പിന്നെ ജില്ലാ സെക്രട്ടറി ആകുന്നു, പിന്നെ അങ്ങനെ മുന്നോട്ട് വന്ന് അതെ പിന്നെ KSUവിൻ്റെ പ്രസിഡൻ്റായിട്ട് അങ്ങനെ ക്രമാനുഗതമായി തന്നെ KSUവിലൂടെ വളർന്ന് പിന്നെ യൂത്ത് കോൺഗ്രസ്സിലേക്ക് വന്ന് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണതല്ല. അപ്പം അങ്ങനെ മനഃപൂർവ്വമായിട്ടൊന്നും രാഷ്ട്രീയത്തിൽ വന്നതല്ല. വീട്ടിൽ അങ്ങനെ ആരും നേതാക്കന്മാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛനൊരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു, പഞ്ചായത്ത് മെമ്പർ. അച്ഛനും അമ്മയും പഞ്ചായത്ത് മെമ്പർമാരായിരുന്നു. അവരൊക്കെ പക്ഷെ സ്വതന്ത്രരായിട്ടാണ് രണ്ടുപേരും ജയിച്ചത്, രാഷ്ട്രീയമായിട്ടല്ല. എന്നാൽ പക്ഷേ അച്ഛൻ എപ്പോഴും കതറിടുന്ന ആളാണ്. അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴൊക്കെ കോൺഗ്രസ് അനുഭവം, തിരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുകയോ വോട്ടൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു അധ്യാപകൻ്റെ മകൻ എന്നുള്ള നിലയിൽ എനിക്ക് രാഷ്ട്രീയത്തിൽ വന്നു വരുന്നതിനകത്ത് ഒത്തിരി വിലക്കുകളുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ അങ്ങനെ വന്നു, ഇവിടെ വരെയൊക്കെ എത്തി. എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഇപ്പോൾ അറിയില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, ഞാൻ ഏത് പ്രവർത്തനം ഏറ്റെടുത്താലും അതിനകത്ത് ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഞാൻ ആത്മാർത്ഥമായിട്ട് നിറവേറ്റാൻ ശ്രമിക്കും. പിന്നെ എനിക്ക് K കരുണാകരൻ്റെ പ്രോത്സാഹനം നന്നായി ലഭിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ AK ആന്റണിയുടെ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നീട് രാജീവ് ഗാന്ധി. അതെ, താങ്കളുടെ ഹിന്ദി പ്രസംഗം വളരെയധികം രാജീവ് ഗാന്ധി അന്ന് വളരെയധികം ഇംപ്രസ്ഡ് ആക്കിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നെ രാജീവ് ഗാന്ധി കാണുന്നത് തന്നെ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് നടന്ന KSUവിൻ്റെ 25 വർഷം പൂർത്തിയായ ജൂബിലി സമ്മേളനത്തിലാണ്. ഞാനാണ് KSUവിൻ്റെ പ്രസിഡന്റ്. ലീഡറായിരുന്നു. അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും വെച്ചു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഹിന്ദി പ്രസംഗിച്ചു. ഹിന്ദി പ്രസംഗിക്കാനുള്ള കാരണം വെച്ചാൽ ഹിന്ദി ഞാൻ പഠിച്ചതാണ്. ഞാൻ ചെന്നിത്തലയിൽ മഹാത്മാ ഹൈസ്കൂളിൻ്റെ മുമ്പിലുള്ള ജയശ്രീ ഹിന്ദി വിദ്യാലയം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രാഥമിക്, മധ്യം, രാഷ്ട്ര, പ്രവേശിക, വിശാരദ് SLC പാസ്സായപ്പോൾ തന്നെ വിശാരദ് പാസ്സായി. അതിന് സ്കോളർഷിപ്പ് കിട്ടി കാണുമല്ലോ. അപ്പോൾ SLC പാസ്സായപ്പോഴത്തേക്ക് BA ഡിഗ്രിക്ക് തുല്യമായ വിശാരദ് പാസ്സായി. ഹിന്ദി അത്ര സ്ട്രോങ് ആയി. അപ്പം മനഃപൂർവ്വം പഠിച്ചു വന്നത് ചുമ്മാ എന്നെ സ്കൂളിൽ തൊട്ടടുത്ത് അച്ഛന്
അച്ഛൻ്റെ സുഹൃത്തായിരുന്നു ഒരു ബാലൻപിള്ള സാർ എന്ന് പറയും. അദ്ദേഹമായിരുന്നു അവിടെ ഹിന്ദി വിദ്യാലയം നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിനിടയ്ക്ക് പോകാൻ പറഞ്ഞ് ഞാൻ ചുമ്മാ പഠിച്ചതാണ്. പഠിച്ച് അത് ഭാവിയിൽ അത് പ്രയോജനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് പഠിച്ചതൊന്നുമല്ല. പക്ഷേ പിന്നീട് ഞാൻ KSUവിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ആ ജൂബിലി സമ്മേളനത്തിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ മുമ്പ് വെച്ചാൽ ഹിന്ദിയിൽ കുറേ 3-5 വാചകങ്ങൾ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് വളരെ ഇമ്പ്രസ്ഡായി. അപ്പം കൂത്തുപറമ്പിൽ ഒരു ക്യാമ്പിൽ വെച്ച് ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രീ കെ കരുണാകരൻ്റെ ഫോൺ വന്നു. ഞാൻ അടിയന്തരമായിട്ട് ഡൽഹിയിൽ ചെല്ലണം. ഞാനിവിടെ വന്നു ആദ്യമായിട്ടാണ് ഡൽഹിയിൽ പോകുന്നത്. അന്ന് ഞാൻ MLA ആണ്. എന്നോട് പറഞ്ഞു ഡൽഹി എത്താൻ പറഞ്ഞു. ഡൽഹി എത്തിയപ്പോൾ അരുൺ നെഹ്റു കേരള അവസ്ഥ അന്ന് ആദ്യത്തെ മാരുതി കാർ ഇറങ്ങിയാണ്. ഫസ്റ്റ് മാരുതി കാർ പുള്ളിക്കാണ് കിട്ടിയത്. ആ മാരുതി കാർ ഓടിച്ച് അരുൺ നെഹ്റു വലിയ ശരീരമുള്ള ആളാണ്. മാരുതി കാർ ഓടിച്ചു കൊണ്ടുവന്ന് എന്നെ കേരള അവസ്ഥയിൽ നിന്ന് കൊണ്ടുപോയി. ഇന്ന് ഞാൻ വെല്ലിംഗ്ടൺ ക്രിസൻറ്റിൽ 12 വെല്ലിംഗ്ടൺ ക്രിസൻറ്റ് അവിടെയായിരുന്നു അന്ന്. പണ്ട് ഇന്ദിരാഗാന്ധി താമസിച്ച വീടാണ്. 78-ൽ അധികാരം നഷ്ടപ്പെട്ട ശേഷം അവിടെ വെച്ച് എന്നോട് NSU പ്രസിഡൻ്റ് എന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നോട് പറഞ്ഞു രാജീവിന് കാണണമെന്ന് പറഞ്ഞു. രാജീവ് എന്ന് പറഞ്ഞു. രാജീവ് എന്ന് പറഞ്ഞു. നമ്മൾ അത്ര അടുപ്പമായുണ്ട്. അപ്പോൾ എന്നെ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ രാജീവ് ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ജീൻസൊക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നിട്ടിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ NSU പ്രസിഡൻ്റ് ആവാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ മമ്മിയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെന്നപ്പോൾ എന്നെ കൂടെ കൂട്ടി ഇന്ദിരാഗാന്ധി അടുക്കൽ കൊണ്ടുപോയി. സ്വപ്നമാണ് തോന്നിക്കാണുമല്ലേ? അതെ. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്നോട് പറഞ്ഞു, എൻ്റെ തോളത്തൊക്കെ തട്ടിയിട്ട് പറഞ്ഞു യെസ് ഏറ്റെടുക്കണം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ദിരാഗാന്ധി റഷ്യയിൽ പോകാൻ നിൽക്കുമ്പോൾ എയർപോർട്ടിൽ വെച്ചാണ് ഓർഡർ ഒപ്പിട്ടിട്ട് മൂപ്പനാരുടെ കൊടുത്തു. ACC ജനറൽ സെക്രട്ടറി മൂപ്പനാട്. അങ്ങനെയാണ് അത്. അപ്പം പിന്നീട് എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായി. ഞാൻ NSUവിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് നാഗ്പൂരിലെ ഏറ്റവും വലിയ സമ്മേളനം നടക്കുന്നത്. അവിടെ വെച്ചാണ് ഹിന്ദി പ്രസംഗിക്കുന്നത്. വീണ്ടും പബ്ലിക് മീറ്റിങ്ങിൽ ഇംഗ്ലീഷ് തുടങ്ങുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞു ഹിന്ദി അറിയാമല്ലോ, ഹിന്ദി പ്രസംഗിക്കാൻ പറഞ്ഞു. ഹിന്ദി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പിന്നെ പറഞ്ഞു ഒരു വടക്കേ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള നോൺ ഹിന്ദി സംസാരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് ചെറുപ്പക്കാരൻ മുണ്ടെടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു, ഹിന്ദി സംസാരിക്കുന്നു. ദിസ് ഈസ് നാഷണൽ ഇൻറ്റഗ്രേഷൻ എന്നുള്ള മട്ടിൽ അവിടെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചാണ് പ്രസംഗിച്ചു. അതിനുശേഷം നല്ല അടുപ്പമുണ്ടായിരുന്നു എനിക്ക്. പിന്നെ രാജീവ് ഗാന്ധിയായിട്ടുള്ള അടുപ്പം തുടരുന്നു. പിന്നെ രാജീവ് ഗാന്ധി എന്നെ അഖിലേന്ത്യാ യൂത്ത് സെക്രട്ടറി ആക്കുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന് വെച്ച് ആ സ്റ്റേജിൽ വെച്ച് എന്നെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആക്കുന്നു. അപ്പോൾ അത് വലിയൊരു വെഡിങ് ഗിഫ്റ്റ് ആയിരുന്നു. അതെ, കാർത്തികേയൻ. അപ്പോൾ ഞാൻ കാർത്തികേയൻ്റെ കാര്യം പറഞ്ഞു. കാർത്തികേയൻ അടുത്തുണ്ട്. കാർത്തികേയൻ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു. പുള്ളി KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു അവിടെ വെച്ച്. എന്നിട്ട് പിന്നെ എന്നെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആക്കുന്നു, MP ആക്കുന്നു. പിന്നീട് ഞാനത് തുടരുന്നു. നരസിംഹറാവിൻ്റെ കാലത്തും തുടരുന്നു. അതിനുശേഷം AICC സെക്രട്ടറി ആകും. ഏതാണ്ട് 9 വർഷക്കാലത്തോളം AICC സെക്രട്ടറി, സ്വതന്ത്ര ചുമതല, അങ്ങനെ പല നിലയിൽ. പിന്നീട് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്നു.